സ്വാഗതം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന ഒരു ക്രിസ്മസ് പുതുവത്സരകാലം ആഗതമായിരിക്കുന്നു. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കള്ളിക്കാട് നെയ്യാർ ഡാമിൽ നെയ്യാർ ജിംഗിൾ ഫിയസ്റ്റ ആരംഭിച്ചു. നെയ്യാർ ഡാമിൽ ആദ്യമായാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്നത്. CK ഹരീന്ദ്രൻ MLA ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. തുടർന്ന് അഗ്വ കലാഗ്രഹം കരാക്കെ ഗാനമേള അവതരിപ്പിച്ചു. വൈദ്യുത ദീപാലങ്കാരങ്ങൾ, ക്രിസ്മസ് ട്രീ, പുൽക്കൂട് മത്സരം, കരോൾ ഗാന മത്സരം, സ്റ്റേജ് ഷോകൾ, വ്യാപാര സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, ഗെയിം സോൺ, കലാപരിപാടികൾ, ഭക്ഷ്യമേള എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 24-ന് വൈകിട്ട് 7-ന് വയലിൻ ഫ്യൂഷൻ, 25-ന് കരോൾ ഗാന മത്സരം, 26-ന് കാവ്യ സായാഹ്നം, തുടർന്ന് നെയ്യാർ ഡാം RC ചർച്ച് അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ. 27-ന് കരോൾ മത്സരം, കരാക്കെ ഗാനമേള, 28-ന് മ്യൂസിക് ഫ്യൂഷൻ നീലപ്പട തിരുവനന്തപുരം, 29-ന് മെഗാ ഷോ, 30-ന് ദൃശ്യ അവതരിപ്പിക്കുന്ന ഡാൻസ് ആൻഡ് മ്യൂസിക്, 31-ന് ന്യൂ ഇയർ ഈവ് മ്യൂസിക്കൽ ഷോ, ജനുവരി 1-ന് സമാപന സമ്മേളനം CK ഹരീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. രാത്രി നൃത്തസന്ധ്യയോടെ പരിപാടികൾ സമാപിക്കും. നെയ്യാർ ഡാമിൽ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ CK ഹരീന്ദ്രൻ MLA മാധ്യമങ്ങളോട് സംസാരിച്ചു. നെയ്യാർ ഡാം എന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഈ വർഷം മുതൽ വിപുലമായ തോതിൽ ഒരു ക്രിസ്മസ് ഫെസ്റ്റ് നടത്തണമെന്ന ഗ്രാമപഞ്ചായത്തിൻ്റെയും ബഹുജനങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും ആഗ്രഹപ്രകാരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, കേരള ഗവൺമെന്റ്, ഇതിൽ പ്രത്യേകിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മുൻകൈയെടുത്ത് സമാരംഭിക്കുന്ന ഒരു പരിപാടിയാണ് ഈ വർഷത്തെ നെയ്യാർ ജിംഗിൾ ഫെസ്റ്റ് 2025-26. അതോടൊപ്പം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം. വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഈ ആഘോഷത്തോടനുബന്ധിച്ച് ഇതിനകം തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ സമൂഹം ഒരു നിരപേക്ഷ സമൂഹമാണ്. എല്ലാ മതവിശ്വാസങ്ങൾക്കും ഓരോ മതത്തെയും മതവിശ്വാസികളെയും പരസ്പരം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനുമുള്ള മനസ്സും ഹൃദയവുമുള്ള ഒരു സമൂഹമാണെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. അത് കേരളം പോലെ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഒരുപക്ഷെ മറ്റൊരിടത്തും കാണാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്, അഥവാ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. അതും നെയ്യാർ ഡാമിലാണ് ആദ്യമായി ഓണാഘോഷ പരിപാടികൾ ആവിഷ്കരിച്ചത്. കഴിഞ്ഞ 10-18 വർഷമായി ആ ഓണാഘോഷം ഈ നാടിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഈ കള്ളിക്കാടുള്ള ഈ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ മുൻകൈയിലായിരുന്നു. ആ അനുഭവങ്ങൾ കൂടെ വെച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള തീരുമാനം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഈ പൊതുസമൂഹവും അതിനുള്ള രൂപകൽപ്പന നൽകി. ഇതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞു. മിക്കവാറും സ്പോൺസർഷിപ്പാണ് ആഘോഷ പരിപാടികളുടെ മഹിമ വർദ്ധിപ്പിക്കാൻ മുന്നോട്ട് വന്നത്. വലിയ തോതിലുള്ള പണപ്പിരിവോ ബഹുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തുകൊണ്ടല്ല ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷ ചടങ്ങുകൾക്ക് രൂപം നൽകിയതും പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നു. എല്ലാവരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ പിന്തുണ
ഗെയിം സോൺ, വിവിധ കലാകാരന്മാരുടെ ഒത്തുചേരൽ, കലാപരിപാടികൾ, നാടൻ ഭക്ഷ്യമേള, ഇങ്ങനെ തുടങ്ങി ജനങ്ങൾക്ക് ഏതിനോടാണോ അഭിരുചി ആ അഭിരുചിക്കൊത്ത് പരിപാടികൾ ആവിഷ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നേട്ടം. ഈ ക്രിസ്മസ് കാലയളവിൽ അവധിക്കാലത്ത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ എല്ലാ ജനവിഭാഗങ്ങളും വരാനും ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആഘോഷ ചടങ്ങായി ക്രിസ്മസ് ആഘോഷ ചടങ്ങ് ഈ ആണ്ടാവിൽ മാറും എന്ന കാര്യത്തിൽ